ഹായ് ഫ്രണ്ട്സ്, ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫുൾ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ചെയ്യുന്നത് കാണിക്കാനാണ്. ആദ്യം തന്നെ നമ്മുടെ ചിക്കനെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ ആ ചിക്കനാണിത്. നമുക്ക് ഈ ചിക്കനെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് വരയിട്ട് കൊടുക്കാം. മസാലകളൊക്കെ നല്ലോണം പിടിക്കാനായിട്ട് നമുക്ക് ഈ ചിക്കനെ നല്ലോണം ആഴത്തിലായിരിക്കണം അതിൻ്റെ ആ ഒരു മുറിച്ച് വെക്കേണ്ടത്. എന്നാലും ആ ഇടയിൽ മസാലകളൊക്കെ നല്ലോണം കയറുള്ളൂ. ഫുള്ളായിട്ട് നമുക്കങ്ങനെ ചെയ്യാം. ഫുള്ളായിട്ട് നമ്മളങ്ങനെ വരയിട്ട് കഴിഞ്ഞു, വരഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മസാലക്കൂട്ട് റെഡിയാക്കാം. ആദ്യം തന്നെ അതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ്. അതൊരു 1/2 കപ്പാണ് എടുത്തേക്കുന്നത്. പിന്നെ ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ സാധാരണ മുളക് പൊടിയിൽ, അത് നമ്മുടെ എരിവിനനുസരിച്ചാണ് ചേർക്കുന്നത്. 2 സ്പൂണാണ് ഇട്ടേക്കണത്. പിന്നെ ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് നമ്മുടെ ജീരകമില്ലേ, ജീരകം പൊടിച്ചത് 1 സ്പൂൺ, ചെറിയ ജീരകം കേട്ടോ. പിന്നെ ആവശ്യമായിട്ട് വരുന്നത് പെരിഞ്ജീരകം പൊടിച്ചത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിച്ചത് 1 സ്പൂൺ. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണത്, പേസ്റ്റാക്കിയത് ഇട്ട് കൊടുക്കാം. ഒരു വലിയ ചെറുനാരങ്ങ പിഴിഞ്ഞ ജ്യൂസാണിത്, അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അവസാനം നമ്മുടെ ഉപ്പ്, നമ്മുടെ ആവശ്യത്തിന് ഈ കോഴിയുടെ വലിപ്പം അനുസരിച്ചിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 2 കിലോൻ്റെ കോഴിയാണ്. പിന്നെ നമ്മുടെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഉള്ളത് നമ്മുടെ നാടൻ വെളിച്ചെണ്ണയാണ്. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ മിക്സ് ചെയ്യാൻ പാകത്തിന് കുറച്ച് വെള്ളം. നമുക്ക് കൈ വെച്ചോ ഫോർക്ക് വെച്ചോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്യണത്. നല്ലോണം എല്ലാം നല്ലോണം ഇങ്ങനെ ഒരു വിധം നല്ലോണം മിക്സ് ചെയ്തിട്ടുള്ള കൂട്ടാണത്. നമ്മുടെ ചിക്കനിലേക്ക് ഇനി നമുക്കിത് തേച്ച് പിടിപ്പിക്കാം. കൈ വെച്ചിട്ട് നല്ലോണം എല്ലാ ഗ്യാപ്പിലും ഫില്ലാവണ പോലെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരം ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തായാലും കുറച്ചധികം നേരം മസാല തേച്ച് വെക്കണതാണ് ടേസ്റ്റ്, മസാല പിടിക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ നേരം ഫ്രിഡ്ജിലാണ് ഈ മസാല തേച്ചിട്ട് വെച്ചത്. അപ്പോൾ ഇതുപോലെ എല്ലാവിടെയും നല്ലോണം ആവത്തക്ക വിധത്തിൽ വേണം നമ്മൾ ഈ മസാല പിടിപ്പിച്ച് കൊടുക്കാൻ. ജസ്റ്റ് ഫ്രൈ ചെയ്താൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ, ഈ മസാല തേച്ചിട്ട് ഫ്രൈ ചെയ്താൽ. പക്ഷെ നമ്മളിത് ഫ്രൈ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കിയത് നമ്മളത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണിയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ നമുക്ക് ആ ഗ്രേവിയും ചിക്കനൊക്കെ കൂട്ടി കഴിക്കാം. എല്ലാ നമ്മുടെ ഗ്യാപ്പിലേക്കും നല്ലോണം നമ്മൾ ഈ മസാലേനെ തേച്ച് പിടിപ്പിക്കണം. ഇത് ഫുൾ ചിക്കൻ ആയ കാരണം കൊണ്ട് അതിൻ്റെ ഉൾവശം തേങ്ങ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നല്ലോണം മസാല തേച്ച് കൊടുക്കണം. ഒരു ഇതെല്ലാവരും തേച്ച് കഴിഞ്ഞു. നമുക്കിനി അത് 2 മണിക്കൂറോ 3 മണിക്കൂറോ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്കൊരു നല്ലൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഇതിനാവശ്യമായിട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു കപ്പ് ഓയിലാണ് വേണ്ടി വന്നത്.
ഇതിലേക്ക് നമ്മുടെ ചിക്കനെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചാണ് ചിക്കനെ ഫുള്ളായിട്ട് പതുക്കെ വെച്ച് കൊടുക്കാം. ഇതൊരു 15 മിനിറ്റ് നേരമാണ് ഇത് ഒന്ന് ഒരു ജസ്റ്റ് ചെറിയ തീയിലും അല്ല എന്നാൽ വലിയ ഫ്ലെയിമിലും അല്ല, ഒരു മീഡിയം ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഇനി മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് കയ്യിൽ വെച്ചിട്ട് പതുക്കെ വെളിച്ചെണ്ണ, അതായത് ഓയിൽ തെറിക്കാണ്ട് പതുക്കെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു വശം കണ്ട നല്ലോണം ആയിട്ടുണ്ട്. ഇനി ഇത് അപ്പുറം ഇപ്പുറമൊക്കെ നമ്മൾ സൈഡുകളൊക്കെ മറിച്ച് വേവിക്കണം. നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള സ്പെഷ്യൽ മസാല തയ്യാറാക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങളാണ്: ചുവന്നുള്ളി ഒരു 10 അല്ലി, കറിവേപ്പില ഒരു 4 പച്ചമുളക്, ഒരു 10-15 വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ചുവന്ന മുളക്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കൻ എല്ലാ വശവും മാറി വന്നിട്ടുണ്ട്. നമ്മൾ ഓരോ വശവും ചെരിച്ചൊക്കെ ആക്കി നമ്മുടെ ചിക്കൻ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. കണ്ട എല്ലാവിടെയും നമ്മുടെ മസാലയൊക്കെ സൂപ്പറായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. നമുക്കിതിനെ റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. പാൻ വെച്ചു. ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് വെളിച്ചെണ്ണയാണ്. അതാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് അധികം ഒന്നുമില്ല, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിലേക്കൊരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ് നമ്മൾ ചേർക്കുന്നത്. ഇഞ്ചി നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മസാല ഒരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലോണം മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് അടിച്ചു വെച്ചേക്കണം നമ്മുടെ ആ മസാലക്കൂട്ടില്ലേ, നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വലിയ മുളകും പച്ചമുളകും ഒക്കെ കൂടിയിട്ടുള്ള സംഭവം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ചിലരിതിൽ വാളംപുളിയാണ് പിഴിഞ്ഞൊഴിക്കണത്. പക്ഷെ ഞങ്ങൾക്ക് വാളംപുളിയേക്കാൾ ഇഷ്ടപ്പെട്ടത് നമ്മുടെ തക്കാളിയുടെ ജ്യൂസാണ്. അപ്പോൾ ഒരു വലിയ തക്കാളി അടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂത്ത് വരുമ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. വാളംപുളിക്കും ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ അതിനേക്കാൾ ടേസ്റ്റ് എനിക്ക് തോന്നുന്നു തക്കാളിയാണെന്ന് തോന്നുന്നു. നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ ചേർക്കാൻ പോകുന്നത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ്. അധികം ഒന്നല്ല, കുറച്ച് മതി. നല്ലോണം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യത്തിൽ. ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഗരം മസാല ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതൊരു സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുക. ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് 2 സ്പൂൺ ചേർത്തത്, ഒരു വലിയ ടേബിൾ സ്പൂൺ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ പറഞ്ഞില്ലേ വാളംപുളി പിഴിഞ്ഞൊഴിക്കുന്നത്, അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയൊരു തക്കാളിയുടെ ജ്യൂസ് അടിച്ചു വെച്ചേക്കണതാണ്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്യാം. നമ്മുടെ ഗ്രേവി സ്പെഷ്യൽ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ലേശം നമുക്ക് ഈ ഗ്രേവിയിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ചിക്കനിലാണല്ലോ ഉപ്പ്, നമുക്ക് ഗ്രേവിയിൽ ഉപ്പിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഗ്രേവി നല്ലോണം ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കനെ ഇട്ടിട്ട് എല്ലാ വശത്തേക്കും ആവണ പോലെ ചിക്കനിലേക്ക് ഈ ഗ്രേവിനെ തേച്ച് പിടിപ്പിക്കാം. കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഇതെല്ലാ വശത്തേക്കും ആക്കി കൊടുക്കാം. മസാല ഒരുവിധം എല്ലാ വശത്തേക്കും നമ്മൾ ആക്കി കൊടുത്തു.
എന്നിട്ട് ഒന്ന് ജസ്റ്റ് മൂടി വെച്ചിട്ട് ഒരു 5 നിമിഷം മൂടി വെച്ച് വേവിക്കാം. ഇതാ ഗ്രേവി നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു കഷ്ണം നമ്മുടെ ഒരു വലിയൊരു സബോള അരിഞ്ഞതാണിത് നമുക്കിതിന് മീതെ ഇട്ട് കൊടുക്കാം. ഒരു പച്ച തരത്തിലാണ് ഇത് കിടക്കേണ്ടത്, ഫുള്ളായിട്ട് വെന്ത് പോകാൻ പാടില്ല. എന്നിട്ട് നമുക്ക് ഇത് നല്ലോണം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ആ ഗ്രേവിയിൽ ജസ്റ്റ് ഒന്ന് ഗ്രേവി ആവണ പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ വശത്തേക്കും തിരിച്ചും മറിച്ചും ആ ഒരു സബോളയിൽ ഗ്രേവി ആവണ പോലെ നമുക്ക് എന്നിട്ട് ഇതിന് മീതിയൊക്കെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്നും കൂടി നമുക്കൊന്ന് മൂടിയിടാം. ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ മൂടിയിട്ടു. തുറന്നു. നമ്മുടെ ഗ്രേവിയും ചിക്കനും ദേ ഇവിടെ നല്ലവണ്ണം ആയിട്ടുണ്ട്. ഒരു 1.5 ടേസ്റ്റുള്ളൊരു ചിക്കൻ ഫ്രൈ വിത്ത് റോസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായും നിങ്ങളിത് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇതിന് ടേസ്റ്റ് ഇഷ്ടാവും. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്നതിൻ്റെ ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.